ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഗീതുമോളുടെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയുടെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളായിട്ടുള്ള ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കാലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിതേ ഒരു 10 മണി ആ ഒരു ടൈമിലേക്കാണ് കേട്ടോ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് കേട്ടോ എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരതിനൊക്കെ ഒന്ന് ഒരുക്കി ഞാൻ ഒരുങ്ങി വരണ്ടേ. അപ്പോൾ നമ്മൾ കറക്റ്റ് 10 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സൈഡിലും ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ മലയാളി മങ്ക ഉണ്ടല്ലോ, ആ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഓരോ ക്ലാസ്സിലും വേറെ ഓരോരോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യമാണെങ്കിൽ കുറേ മലയാളി മങ്കകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഗീതുമോളനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രസമായിട്ടുണ്ടോ എന്നൊക്കെ ഇതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലൗസൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താനായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് വാമനൻ, പുലിക്കളി, അതേപോലെ തന്നെ മഹാബലി ഉണ്ടല്ലോ, അവരുടെ മത്സരങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത് ഈ ഒരു ക്ലാസ്സിൽ ടീച്ചേഴ്സ് മാർക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജഡ്ജായിട്ടൊന്ന് ഇരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഓരോ കുട്ടികളും അവരുടേതായ വേഷങ്ങളൊക്കെ അണിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ മാർക്കിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ഇത് ഗീതുമോളുടെ ആ ഒരു മത്സരം നടക്കുന്നില്ല അവിടേക്ക് എന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഗീതുമോളുടെ മത്സരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും കാണാനായിട്ട് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ എല്ലാ മലയാളി മങ്കനെ ഇതേപോലെ നിർത്തിയിട്ട് അവർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ആ ഒരു ഫസ്റ്റും സെക്കൻഡൊക്കെ തീരുമാനിച്ചതിന് ശേഷം പിന്നെയാണ് കേട്ടോ അത് കാര്യമായിട്ടുള്ള ഈ ഒരു പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ ഓരോരുത്തരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫാദറും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അവരുടെയൊക്കെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വേഷങ്ങൾ അണിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഗ്രൗണ്ടിൽ നിരത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരേനെയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാനായിട്ട്. പലരും പല വേഷത്തിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വാമനൻ, മഹാബലി, മലയാളി മങ്ക, വഞ്ചിപ്പാട്ടിനുള്ളവർ ഒക്കെ കൂടിയിട്ട് ഇതേപോലെ ഈ ഒരു ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് നിരത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇത് ഓരോ ഗ്രൂപ്പ് ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്രൂപ്പിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൂട്ടർ ഇവിടെയും കളിക്കുന്നുണ്ട്, ഒരു കൂട്ടർ അപ്പുറത്തും കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ജയിച്ച ടീമിന് ഇത് ഭയങ്കര സന്തോഷമായിട്ട് ഒച്ച ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ കുട്ടികളെയൊക്കെ വേഗം മേലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മമാരുടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്തതാണ്. അതിൽ ഒരു ചേച്ചിയാണെങ്കിൽ കളിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു ദിവസത്തെ പ്രാക്ടീസ് മാത്രമാണ് കേട്ടോ ആ ചേച്ചിക്കുള്ളത്. ഒരുവിധം കുഴപ്പമില്ലാണ്ട് എല്ലാവരും കളിച്ചെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴാണെങ്കിൽ കാലുമ്മ കല്ലിൽ കുത്തിയിട്ട് അതങ്ങനെ. പിന്നെ നല്ല ഗംഭീര വെയിൽ, നമുക്കങ്ങനെ നേരെ നോക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഒരുവിധം കളി വെച്ചിട്ട് നമ്മൾ ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് 2 പാട്ട് മിക്സ് ചെയ്തിട്ടായതുകൊണ്ട് നമുക്ക് ഒരു പാട്ടായിട്ട് കിട്ടില്ല. ഇനി കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരുവാതിരക്കളിയുടെ ആ ഒരു ഇത് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അമ്മമാരുടെ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ക്ലാസ്സുകാരുടെ വക നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഓണപരിപാടിയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ സ്കൂൾ ലൈഫ് മിസ് ചെയ്യണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ഒരു ഓണസദ്യ ഉണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. കളർ ഡ്രസ്സ് ഇടാനോ ഇതേപോലത്തെ കുറേ പരിപാടികൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴൊക്കെ നോക്കിയേ ഫുള്ള് അടിപൊളി മൂഡാണല്ലേ. അവരുടെ ഡാൻസും പാട്ടും പിന്നെ പലതരത്തിലുള്ള മത്സരങ്ങളും പൂക്കളും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അതേപോലെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കൂൾ ലൈഫ് മിസ് ചെയ്യണ പോലെയും തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ ഉണ്ട് സ്കൂളിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നണത്. അങ്ങനെ ഓരോ കുട്ടികളുടെ മത്സരങ്ങളും പിന്നെ ഇതേപോലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് താഴത്ത് ഇതേപോലെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ഗീതുമോളുടെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിലിരുന്ന് ആട്ടി. പിന്നെ ഈ ഒരു തിരുവാതിര ടീമിൻ്റെ തന്നെ ഒരു ചെറിയൊരു റീൽസ് ഞങ്ങൾ പഠിച്ചിട്ട് തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ടൊന്നും ഇല്ല, പിന്നെ അങ്ങനെ എടുത്തു എന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അതങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തെ ആ ഒരു ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക്, അതായത് 1-2 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന ഡ്യൂട്ടി എനിക്കുണ്ടായിരുന്നു, വിളമ്പി കൊടുക്കാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ അമ്മമാരും ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ വിളമ്പി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് എടുക്കാനായിട്ട്.
പിന്നെ ഫുഡൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചോറും പിന്നെ സാമ്പാർ, അവിയൽ, കാളൻ, ഉപ്പേരി, അച്ചാർ, പുളിഞ്ചി, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പായസം നമ്മൾ പുറമേ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒക്കെ പിന്നെ സ്കൂളിൻ്റെ ആൾക്കാർ ചെയ്യുമല്ലോ. അങ്ങനെ അതേ കുട്ടികളൊക്കെ അതേ നല്ല രീതിക്ക് ഇതേ സദ്യയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ശർക്കര ഉപ്പേരിയും കായവറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ അതേ വയറ് നിറച്ച് നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ സമ്മാനദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ താഴത്തേക്ക് പോന്നു. പിന്നെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വിജയിച്ചവർക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഉണ്ണീനെ എടുക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഇവരുടെ പരിപാടിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ ഇത് ഉണ്ണിയുള്ള ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരു ഉണ്ണിയും കൂടിയിട്ട് ഊഞ്ഞാലിൽ ആടുന്നത് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗീതുമോൾ ആടുന്നതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഗീതുമോളുടെ സ്കൂളിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നുള്ളത് താഴത്തേക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.